ഇടുക്കിയെ സംബന്ധിച്ചും ഹൈറേഞ്ചിനെ സംബന്ധിച്ചും ഒരു ചരിത്ര നിമിഷമാണ്. ബിലൻ സോമന്റെ നേതൃത്വത്തിലുള്ള ഈ ഹൈവേ റൺ നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി കേരളത്തിലെമ്പാടും നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്. മലയോര ഹൈവേയിലൂടെ വരുമ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏകദേശം 1332 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന മലയോര ഹൈവേയുടെ ഒരു പ്രധാനപ്പെട്ട പോർഷനായി കുട്ടിക്കാനം കട്ടപ്പന വരെയുള്ള ഭാഗം നിർമ്മാണം പൂർത്തീകരിച്ച ആ പാതയിലൂടെയാണ് ബിലൻ സോമൻ ലോക പ്രശസ്തനായ ഫിറ്റ്നസ്, തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ഹോളിവുഡ് താരം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ ഹിൽ ഹൈവേ റൺ കടന്നു വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനം തോന്നുക. നമ്മുടെ നാടിന്റെ വളർച്ചയിൽ ഒരു നേർക്കാഴ്ചയായി തലമുറ നേരിട്ട് കാണുന്ന അനുഭവ സാക്ഷ്യമാണ് ഇതിലുള്ള ബോധ്യമാകുന്നത്. ഒരു ഭൂതകാലമുണ്ട് ഇതിന്. ഏറെ രോഗികളായിരുന്നവർ, ബുദ്ധിമുട്ട് ആർജിച്ചവർ, ഒരു തലമുറ മഞ്ചലിൽ ചുമന്നുകൊണ്ടുവരുന്ന ദീർഘദൂരം യാത്ര, നല്ല റോഡെ യാത്ര ചെയ്യാൻ സാധിക്കാതിരുന്ന അവസ്ഥ, വന്യമൃഗങ്ങളോടെല്ലാം പടവെട്ടി ജീവിതം ആരംഭിച്ച് അവരുടെ വേർപ്പിന്റെ ഫലമായി രൂപം കൊണ്ട പൊന്നുവിളിയിച്ച് ഈ ഭൂമിയിൽ സൗഭാഗ്യങ്ങളുടെ നാടായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചത് ഏറ്റവും വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മുടെ എല്ലാം ധാരണയിലും ഓർമ്മയിലും പ്രധാനപ്പെട്ട കാര്യം 2018-19 പ്രളയമാണ്. ആ പ്രളയ കാലഘട്ടം ഇത് മാത്രമല്ല, നമ്മുടെ എല്ലാ റോഡുകളും നമുക്ക് മറ്റൊരിടത്തും പോകാത്ത വിധത്തിൽ തകർന്ന് തരിപ്പണമായി. നമുക്ക് മുന്നോട്ട് പോകാൻ നിർവാഹമില്ലാത്ത അവസ്ഥ വന്നു. അതെല്ലാം നമ്മൾ വീണ്ടെടുത്തു. ഇന്ന് ഈ പാത രാജവീതിയായി മാറുകയാണ്. ഒരു റോഡ് നമ്മുടെ നാടിന്റെ വെളിച്ചമാണ്. ഇത് ഈ നാടിന്റെ ഹൃദയത്തിന്റെ ഏറ്റവും സ്പന്ദിക്കുന്ന നിമിഷമായി മാറുന്നു. ഹൃദയമിടിപ്പാണ്. ഇതിനെ നമുക്ക് ലോകശ്രദ്ധ ആകർഷിക്കാൻ കഴിയത്തക്ക വിധത്തിൽ അവസരം ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ടൂറിസം രംഗത്ത് അനന്തമായ സാധ്യതകൾ, തേയില തോട്ടങ്ങളുടെ ഇടയിലൂടെ മഞ്ഞു വീട് കിടക്കുന്ന അനുഗ്രഹീതമായ ഈ പ്രകൃതിയിലൂടെ കടന്നുപോരുന്ന ടൂറിസ്റ്റുകൾക്ക് അനുഗ്രഹദായകമായ നല്ല വഴി വന്നതോടുകൂടി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. ഈ ബഡ്ജറ്റിലൂടെയും കട്ടപ്പന, കാഞ്ചിയാറ് ഉൾപ്പെടുന്ന പ്രദേശത്തെ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ടൂറിസം പദ്ധതിക്ക് വേണ്ടി 20 കോടി രൂപ മാറ്റിവെച്ചു. ഭാവിയിലേക്ക് കാണാൻ പോകുന്ന കട്ടപ്പന തേനി തുരങ്ക പാത ഈ നാടിന്റെ ഏറ്റവും വലിയ വികസന സ്വപ്നമായി ഭാവിയിലേക്ക് നമ്മൾ കാത്തിരിക്കുന്നു. വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിച്ചു. അപ്പൊ തമിഴ്നാടിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന വ്യവസായ മേഖലയിലും അതോടൊപ്പം തന്നെ യാത്രാ ഗതാഗത രംഗത്തും എല്ലാം വലിയ മാറ്റങ്ങളുണ്ടാകുന്ന സന്ദർഭത്തിൽ മിലന്റെ ഈ യാത്ര നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പ്രദാനം ചെയ്യുന്നു. ഇന്ന് കുട്ടിക്കാനത്തിന് രാവിലെ 7 മണിക്ക് ആരംഭിച്ച് ഇപ്പോൾ നമ്മൾ ചപ്പാത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് വാഹനത്തിലായിരിക്കും അദ്ദേഹം 20 ഏക്കറിലേക്ക് യാത്ര ചെയ്യുന്നത്. അവിടുന്ന് കട്ടപ്പനയിൽ എത്തിയതിനു ശേഷം ഈ മലയോര ഹൈവേയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. ബഹുമാനായ മുഹമ്മദ് റിയാസും ബാലഗോപാൽ മിനിസ്റ്ററും അതിൽ ജോയിൻ ചെയ്യും. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ നേട്ടമായി കാണുന്ന ഈ പ്രക്രിയയിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇവിടുന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് നല്ല കൃത്യതയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഈ നാടിന്റെ അഭിമാനകരമായ നേട്ടം നമുക്കെല്ലാം ഒത്തുചേരാം. എല്ലാവരുടെയും സന്തോഷം, ഈ നാടിന്റെ അഭിമാനം, ഈ നാടിന്റെ വിജയം, അതിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയ ബിലൻ സോമനെ എല്ലാവർക്കും വേണ്ടി ഞാൻ അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.